ഹായ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കുറേ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. കൊച്ചിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂസ് ഫോർ നഴ്സസ് ദോസ് ഹു ആർ വിഷ് ടു കം ടു അയർലൻഡ്. സോ ആ ഇൻ്റർവ്യൂസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ HSC ഇൻ്റർവ്യൂ എക്സ്പീരിയൻസും എൻ്റെ അടുത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നഴ്സിംഗ് ഹോംസിലും ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമായിട്ട് അവർ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അയർലൻഡിലോട്ട് ഞാൻ വന്നത് വിസ്ത കരിയർ സൊല്യൂഷൻസ് വഴിയാണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ ഒരു 2.5 years നഴ്സിംഗ് ഹോമിലായിരുന്നു. അതിനുശേഷം ഏജൻസി നേഴ്സായിട്ട് വർക്ക് ചെയ്തു. ഏജൻസി നേഴ്സായിട്ട് ഞാൻ മോസ്റ്റ്ലി വർക്ക് ചെയ്തത് ഹോസ്പിറ്റൽസിലാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരും ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ CV-നെ കുറിച്ച് നിങ്ങൾക്കൊരു കൃത്യമായൊരു ബോധ്യം ഉണ്ടാവണം. വാട്ട് ആർ തിങ്സ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഇൻ യുവർ CV. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചാണെങ്കിലും ദ കോഴ്സസ് ദാറ്റ് യു ഹാവ് അറ്റൻഡഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസിനെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം. സോ ഇൻ്റർവ്യൂ പാനലിൽ ചിലപ്പോൾ 2 പേരായിരിക്കാം, ചിലപ്പോൾ 3 പേരായിരിക്കാം, ചിലപ്പോൾ അതിനും കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കാം. എൻ്റെ ഇൻ്റർവ്യൂ പാനലിൽ 3 പേരായിരുന്നു. ഒരാൾ ഡെഫിനറ്റ്ലി ഫ്രം HR ഉണ്ടാവും, പിന്നെ ബാക്കി 2 പേര് നഴ്സിംഗ് സോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻ്റ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഭയങ്കര കൂടായിട്ടുള്ള സമയമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ടാവും. ആ ടൈമിനനുസരിച്ചാണ് നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിൻ്റെ എടുക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അതിന് മുൻപ് അവിടെ വേറെ ആൾക്കാരോ നിങ്ങൾക്ക് കുറേ ഡിസ്കസ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഇൻ്റർവ്യൂ പാനലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ അവരെ വിഷ് ചെയ്യുക. അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറയും, നിങ്ങൾ ഇരിക്കുന്നു. HR ആണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. HR നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. സോ HRൻ്റെ കയ്യിൽ നിങ്ങളുടെ CV ഉണ്ടാവും. നിങ്ങളുടെ പ്രൊഫഷണൽ സൈഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയുക. അതിനുശേഷം HR നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി വൈ ഷുഡ് വി ഹയർ യു? എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്യേണ്ടത്? അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ഫസ്റ്റ് ഇവിടെ അയർലൻഡിൽ നല്ല റെമ്യൂണറേഷൻ ഉണ്ട് എന്നായിരിക്കും. അത് ഡെഫിനറ്റ്ലി ഉണ്ട്, നല്ല സാലറി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് നമുക്ക് ഡെഫിനറ്റ്ലി ഉൾപ്പെടുത്താം. പക്ഷെ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും പറയുക നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു കരിയർ ഗ്രോത്തിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്താ പറയുക ഈ ഒരു അയർലൻഡ് എന്നുള്ളൊരു സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യാണ്. ലാസ്റ്റ് പോയിന്റായിട്ട് നിങ്ങൾക്ക് റെമ്യൂണറേഷനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് പറയാം. പിന്നെ ഞാൻ നഴ്സിംഗ് ഹോമിലായിരുന്നു എൻ്റെ മുന്നത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നഴ്സിംഗ് ഹോം വിട്ട് ഹോസ്പിറ്റലിലോട്ട് വർക്ക് ചെയ്യാൻ വരാൻ ആഗ്രഹിക്കുന്നതെന്ന്. സോ ഞാൻ പറഞ്ഞു ഞാൻ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു 7 years ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. സോ ആ ഹോസ്പിറ്റൽ എൻവിറോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽസും എന്താ പറയുക പ്രൊഫഷണൽ നോളേജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താ പറയുക പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ HR എൻ്റെ ചോദിച്ചു നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോളേജ് ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങൾക്ക് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ദർ ഈസ് എ ലിമിറ്റേഷൻ. കാരണം നമ്മൾ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോഴത്തേനും മോസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓൾഡർ പീപ്പിൾ ആയിട്ടാണ്. അത് ജെറിയാട്രിക് ആണ് നമ്മുടെ മെയിൻ ഏരിയ ഓഫ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് കെയർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് എന്താ പറയുക റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ആൻസർ പറയാം. ഈ സാലറിയുടെ കാര്യം ഏറ്റവും ലാസ്റ്റ് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചത് എന്താണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും എന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്ട്രോങ് പോയിന്റ് എന്താണ് നിങ്ങൾക്കുള്ളത്? ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പറയുന്നതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയാം. എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം നിങ്ങൾ എന്താ പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ടീം വർക്ക്, നിങ്ങൾ നല്ലൊരു ടീം ലീഡറാണ് അല്ലെങ്കിൽ നല്ലൊരു ടീം വർക്കറാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. ഇനിയിപ്പോൾ നെഗറ്റീവ് പോയിന്റ് ചില ആളുകൾ എന്താ പറയുക ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയുന്നൊരു കൂട്ടത്തിൽ ഇങ്ങനെ പറയാം. അതായത് ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും സിക്കാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ പേഷ്യൻസ് മരിക്കുമ്പോഴോ ചില സമയത്ത് എനിക്ക് ഇമോഷണലി എന്നെ അത് ചിലപ്പോൾ വീക്ക് ആക്കാറുണ്ട്. ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ദാറ്റ് ഏരിയ. എന്താ പറയുക അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ്
പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു വീക്ക് പോയിന്റ് മാറ്റിയെടുക്കാനും ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻ അവർ ചോദിക്കില്ല. കാരണം നിങ്ങൾ HSC ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ദർ ഈസ് HSC സാലറി സ്കെയിൽ. ആ സാലറി സ്കെയിൽ വെച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി തരിക. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് അവർ HR ചോദിക്കില്ല. പിന്നെ HR ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങളുടെ സ്റ്റാഫ്, അതായത് നിങ്ങളൊരു ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യാനിട്ടപ്പോൾ എന്തൊക്കെ ഇപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാവാം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. ആ പ്രോബ്ലംസ് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള ഒരു പോയിന്റ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയർലൻഡിലാണെങ്കിൽ വെരി കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഫസ്റ്റ് ആണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമെന്ന് പറയാം. കെയർ പ്രയോറിറ്റൈസ് ചെയ്യും. ആ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കെയർ കൊടുക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ 7 മെമ്പേഴ്സാണ് ഒരു ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ അന്ന് നിങ്ങൾ 5 മെമ്പേഴ്സ് ഉള്ളെങ്കിൽ ആ 5 മെമ്പേഴ്സിന്റെ സ്കില്ല് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഒരാൾ നന്നായിട്ട് ബ്ലഡ് എടുക്കാനും കാനുല ഇടാനും അല്ലെങ്കിൽ IVs കൊടുക്കാനൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇവരുടെ സ്കിൽസ് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ സ്റ്റാഫ് ഷോർട്ടേജിന്റെ സമയത്തുള്ള നമ്മുടെ ഡിഫിക്കൽട്ടീസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് HR എൻ്റെ അടുത്ത് ചോദിച്ചത്. അതിനുശേഷം ഒരു ബ്രേക്ക് പോലെ അവർ പറയും, ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടാവും, വെള്ളം നിങ്ങൾക്ക് കുടിക്കാം, അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാം. അതിനുശേഷമാണ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ, അതായത് അഡോൺസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് മാറും, അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പിന്നെയാണ് അടുത്തതായിട്ടാണ് പിന്നെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ നഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അവർ നിങ്ങൾക്ക് ഒരു സിനാരിയോ തരും. ആ സിനാരിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നഴ്സിംഗ് പാനലിൽ നിന്ന് 2 പേരാണ് ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സഡൻലി നിങ്ങളൊരു അക്യൂട്ട് വാർഡിൽ നിങ്ങളെ പോസ്റ്റ് ചെയ്തു. സഡൻലി അവിടെ ഒരു പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്ത് വീണു. എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക? സോ ഏറ്റവും ആദ്യം നിങ്ങൾ ഓടിപ്പോയി CPRന്റെ കാര്യം പറയണ്ട. കാരണം CPR ഡെഫിനറ്റ്ലി, പക്ഷേ ഇവിടെ യൂറോപ്പ് കൺട്രീസിലെ DNR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത്, ഡു നോട്ട് റെസിസിറ്റേറ്റ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ പോയിന്റ് പറയണം. അപ്പോൾ അതിന് മുൻപേ നമ്മൾ ഒരാൾ വീണ ഉടനെ ആദ്യം തന്നെ ഇപ്പോൾ ഒരു CPR അല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അസസ് ചെയ്യും? ഫസ്റ്റിന് വൈറ്റൽസ് നിങ്ങൾ നോക്കും, പൾസ് നോക്കും, ന്യൂസ് സ്കോർ എന്താണെന്ന് നോക്കും. അതുപോലെ AVPO നിങ്ങൾക്ക് അറിയാമായിരിക്കും, അലേർട്ട് വെർബൽ റെസ്പോൺസീവ്, അതായത് പെയിൻ റെസ്പോൺസീവ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കും. അതിനുശേഷമൊക്കെയാണ് നിങ്ങൾ പേഷ്യൻ്റ് ഇതിനൊന്നുമില്ല, പൾസ് ഇല്ല, ചെസ്റ്റ് മൂവ്മെന്റ്സ് ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ CPRലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടൊരു പോയിന്റാണ്, നിങ്ങൾ ബ്ലഡ് ഷുഗർ നോക്കണം. പേഷ്യൻറ്റിന് ഇപ്പോൾ ഡയബറ്റിക് ഹിസ്റ്ററി ഉണ്ടോ, ഹിസ്റ്ററി ഇല്ലയോ, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് നോക്കണം? ഷുഗർ നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ CPRന്റെ കാര്യം പറയേണ്ടത്. അപ്പോൾ CPRന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്, പേഷ്യൻറ്റിൻ്റെ റെക്കോർഡിൽ പേഷ്യൻ്റ് DNR ആണോ അത് ഫുള്ളി റിസസിറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. പിന്നെ ചോദിച്ചാൽ പ്രയോറിറ്റൈസിങ് ദ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയുക, എങ്ങനെയാണ് നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. സോ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു അക്യൂട്ട് വാർഡിലാണെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊരു 6 പേഷ്യൻസ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 6 പേഷ്യൻസിൽ മോർ സിക്ക് ആരാണ്, മോർ കെയർ ആർക്കാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ കഴിയുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. അതുമാത്രമല്ലാതെ ന്യൂസ് സ്കോർ വഴിയാണ് നമ്മൾ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസ് സ്കോറിൽ ഇപ്പോൾ സിംഗിൾ സ്കോർ 3 കിട്ടിയവരും അതിന് മുകളിലുള്ള സ്കോർ ഉള്ളവർക്കും നമ്മൾ കൂടുതൽ കെയർ കൊടുക്കും. അവരുടെ ന്യൂസ് സ്കോർ പർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ നമ്മൾ പോയി പിന്നെയും അസസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഉപയോഗിക്കാം. സോ അതാണ് പ്രയോറിറ്റൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആംഗ്രി കൊളീഗ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, രണ്ടും ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് എന്താ പറയുക ഭയങ്കര ആംഗ്രി ആണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും? ഓക്കെ, രണ്ടാമത്തെ കാര്യം കോൺഫ്ലിക്റ്റ്, അതായത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 ടീം മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്.
അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വേറെ 2 മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് ദ ഹോൾ കെയർ ഓഫ് ദി പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കോൺഫ്ലിക്ട്സ് എന്ന് വരുമ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വെരി കോമൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അയർലൻഡ് പോലുള്ള കൺട്രിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ചില ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്തിനാണ് നമ്മുടെ ഇത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അവർ ദേഷ്യത്തിലല്ല സംസാരിക്കുന്നത്, അവരുടെ ടോൺ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ ട്രിഗേർഡ് ആവാനും ദേഷ്യപ്പെടാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ കോൺഫ്ലിക്ട്സ് ഉണ്ടായി എങ്ങനെ ഡീൽ ചെയ്യും? അപ്പോൾ നിങ്ങൾ ആദ്യം കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേരെ നിങ്ങൾ വിളിക്കുക, 2 പേരോടും ചോദിക്കുക എന്താണ്. അവർ 2 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജഡ്ജ്മെന്റൽ ആവരുത്. ചിലപ്പോൾ ഒരാളെ നിങ്ങൾക്ക് കൂടുതൽ അറിയാം, ഒരാളെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഒരാളുടെ അടുത്ത് കൂടുതൽ ഒരു സോഫ്റ്റ് കോർണർ നിങ്ങൾ കാണിക്കാതെ 2 പേരുടെയും ഭാഗങ്ങൾ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുക. അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പേഷ്യൻ്റ് കെയർ ആണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഒക്കെ മാറ്റി വെച്ച് പേഷ്യൻ്റ് കെയറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂ മിനിറ്റ്സ് കൊടുക്കുക. ഓക്കെ, അവരുടെ അടുത്ത് ഒരു ബ്രേക്കിന് പോകാൻ പറയാം, ഒരു കപ്പ് ഓഫ് ടീയോ കോഫിയോ കുടിച്ച് റിലാക്സ് ആയിട്ട് തിരിച്ചു വരാൻ പറയാം. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കും അവരിങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെയ്യാം, തിരിച്ചു വരാം. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും അവരുടെ കോൺഫ്ലിക്ട്സ് മാറുന്നില്ല, അല്ലെങ്കിൽ അവർ എന്താ പറയുക ഒരു നല്ലൊരു വർക്കിംഗ് എൻവിറോൺമെൻറ്റ് നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ എസ്കലേറ്റ് ദാറ്റ് ഇഷ്യൂ ടു ദ നഴ്സിംഗ് മാനേജർ. ഓക്കെ, പിന്നെ നഴ്സിംഗ് മാനേജർ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീൽ ചെയ്തോളും. അപ്പോൾ ഇങ്ങനെയാണ് കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം. ഇനി ആംഗ്രി കൊളീഗ് അല്ലെങ്കിൽ ആംഗ്രി കോവർക്കർ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെയിം തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് പേഴ്സണലി സംസാരിക്കുക. എന്താണ് പ്രശ്നം, എന്താണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, എന്താണ് കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറയുക. എന്നിട്ടും ഇഷ്യൂസ് മാറുന്നില്ലെങ്കിൽ നഴ്സിംഗ് മാനേജറിൻ്റെ അടുത്തോ ടീം ലീഡറിൻ്റെ അടുത്തോ നിങ്ങൾ എന്താ പറയുക ഇത് എസ്കലേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൂ ആർ മൾട്ടി ഡിസിപ്ലിനറി ടീം. അങ്ങനെ അതുമാത്രമല്ല ദെൻ ഹൗ വിൽ യു കൊളാബറേറ്റ് വിത്ത് ദം. മൾട്ടി ഡിസിപ്ലിനറി ടീം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്, അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൈക്യാട്രിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, പേഷ്യൻ്റെ കെയറിനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവരും, പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആയിട്ട് ആ പേഷ്യൻ്റെ കെയറിൽ ഇൻവോൾവ് ചെയ്യുന്ന ബാക്കി എല്ലാ ടീം മെമ്പേഴ്സിനും നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സ് എന്നാണ് പറയുക. സോ അവരായിട്ട് നിങ്ങൾ എങ്ങനെ കൊളാബറേറ്റ് ചെയ്യും? സോ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റായി, അപ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, പേഷ്യൻറ്റിന് തിരിച്ചു പോകാൻ വീടില്ല, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് മക്കളായിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് പേഷ്യൻ്റ് ഫിനാൻഷ്യലി പേഷ്യൻറ്റിന് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി സോഷ്യൽ കെയർ വർക്കറിനെ അറിയിക്കും. അവർ വന്ന് സംസാരിച്ച് അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ഇപ്പോൾ വീട്ടിൽ ഫോൾ ആയിട്ടാണ് വന്നത്, പേഷ്യൻ്റ് ടോയ്ലറ്റിൽ വീണു, പേഷ്യൻ്റ് പറഞ്ഞു ടോയ്ലറ്റിൽ ഫെസിലിറ്റീസ് ഇല്ല പേഷ്യൻറ്റിന്. അപ്പോൾ നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ അറിയിക്കും. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് വന്ന് പേഷ്യൻ്റ് അടുത്ത് സംസാരിക്കും, അസസ് ചെയ്യും, പേഷ്യൻ്റ് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണമെന്ന് അന്വേഷിക്കും. അതൊക്കെ പേഷ്യൻ്റ് വീട്ടിൽ പ്ലേസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. അപ്പോൾ അത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യും. ഇനി ഫിസിയോതെറാപ്പി, പേഷ്യൻറ്റിന് ഇപ്പോൾ എന്തെങ്കിലും ഫോൾ ആയിട്ട് വന്നു, പേഷ്യൻ്റ് റീഹാബിലിറ്റേഷൻ വേണം, അല്ലെങ്കിൽ പോസ്റ്റ് ഫോൾ പേഷ്യൻറ്റിൻ്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് എന്താ പറയുക സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്, പേഷ്യൻ്റ് ലീവ്സ് അലോൺ, പേഷ്യൻറ്റിന് വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി, നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് കോർഡിനേറ്ററിനെ അറിയിക്കും. ഡിസ്ചാർജ് കോർഡിനേറ്റർ പേഷ്യൻറ്റിനെ വന്ന് അസസ് ചെയ്ത് പേഷ്യൻറ്റിന് ഹോം കെയർ പാക്കേജ് വേണോ, അതുപോലെ പേഷ്യൻറ്റിന് എന്താ പറയുക ഹോം ഹെൽപ്പ് വേണോ, ലോങ് ടേം കെയർ വേണോ എന്നൊക്കെ അസസ് ചെയ്തിട്ട് ആ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കും. സോ ഇതൊക്കെയാണ് മൾട്ടി ഡിസിപ്ലിനറി ടീം മെമ്പേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മൾ ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് തന്നെ നമുക്ക് കിട്ടും പേഷ്യൻ്റ് ഈസ് ഡ്യൂ ഫോർ ഈ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്നൊക്കെ. സോ ഈ കെയറൊക്കെ പേഷ്യൻ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് പേഷ്യൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യാം. അതായത് ഒരു പേഷ്യൻ്റ് നിങ്ങൾക്ക് അസൈൻഡായി. സോ ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ 2 മിനിറ്റ് കൂടുമ്പോൾ ബെല്ലടിക്കാം,
മൾട്ടിപ്പിൾ കംപ്ലൈൻറ്റ്സ്, ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നഴ്സസ് എന്നെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്നെ കെയർ ചെയ്യുന്നില്ല, നോക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഫുൾ കംപ്ലയിൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിഫിക്കൽട്ട് പേഷ്യൻ്റ് വാർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അവരെ ഡീൽ ചെയ്യും, അതായിരുന്നു ചോദ്യം. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നഴ്സസ്, അതായത് നമുക്കൊരു വി ഹാവ് എൻ ഓപ്ഷൻ ടു ഇഗ്നോർ ദം. നമ്മൾ വഴക്കുണ്ടാക്കാൻ വന്നാലും ചിലപ്പോൾ നമ്മൾ അതിലൊന്നും ഇടപെടാണ്ട് കേൾക്കാത്ത പോലെയൊക്കെ നമ്മൾ നടക്കാറുണ്ട് ഇല്ലേ. കാരണം നമ്മൾ പറയും നമുക്ക് ഇത്ര ലിമിറ്റേഷനേ ഉള്ളൂ, നമുക്ക് ഇത്രേ കെയർ ചെയ്യാനേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം. സോ ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അഡ്മിറ്റ് ആയി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനസ്സിലാവും ഈ പേഷ്യൻ്റ് ഒരു ഡിഫിക്കൽട്ട് പേഷ്യൻ്റ് ആണെന്ന് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആദ്യം തന്നെ പോയി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പേഷ്യൻറ്റിന് ഒരു കംഫോർട്ട് ലെവൽ, അത് കൂടുതലൊരു കംഫോർട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ കോൾ ബെല്ല് കാണിച്ചു കൊടുക്കുക, ടോയ്ലറ്റിൽ പോകാനുള്ള ടോയ്ലറ്റ് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ പോകുന്ന HCAനെ വിളിച്ച് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പേഷ്യൻ്റ് ചിലപ്പോൾ ഈ സ്ട്രെസ് ലെവലൊക്കെ കൂടുമ്പോഴാണ് അവർ കൂടുതൽ ആൻഷ്യസ് ഒക്കെ ആകുമ്പോഴാണ് അവർ ചിലപ്പോൾ ഇതുമാതിരി ഡിഫിക്കൽട്ട് ആവുക ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ അവരുടെ അടുത്ത് ഡെഫിനറ്റ്ലി ചോദിക്കുക, അവരുടെ ലൈക്സും ഡിസ്ലൈക്സും ചോദിക്കുക. അപ്പോൾ ഫുഡാണെങ്കിൽ ചില ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് ആൻഷ്യസ് ആവും, അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോൾ അവരുടെ ലൈക്സും ഡിസ്ലൈക്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ പിന്നെ അവരുടെ അടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കാം, അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയാം, ഞാനിപ്പോൾ എൻ്റെ തൊട്ടടുത്ത പേഷ്യൻ്റ് ഭയങ്കര സിക്കാണ്, ഞാനൊരു 5 മിനിറ്റ്സിൽ നിങ്ങളുടെ അടുത്തോട്ട് വരാം, ഓക്കെ 5 മിനിറ്റ്സിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് വി ക്യാൻ ചാറ്റ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് അവർക്കൊരു റീഅഷ്വറൻസ് കൊടുക്കുക. അതുമാത്രമല്ല ആ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകാനായിട്ട് അവരുടെ അടുത്ത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർ പറയും നേഴ്സ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായിട്ടും നേഴ്സ് വന്നില്ല, ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് അവർ കൂടുതൽ ഡിഫിക്കൽട്ട് ആവുക ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ സ്ട്രെസ്സ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. മാക്സിമം അവരുടെ അടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഡിഫിക്കൽട്ട് പേഷ്യൻസ് ചിലപ്പോൾ ഒരു തരത്തിൽ നിങ്ങളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നഴ്സിംഗ് മാനേജറിനെ ഇൻഫോം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. നാളെ അവർ ചിലപ്പോൾ അവരുടെ ഫാമിലിയോ ഒക്കെ ഒരു ഒഫീഷ്യലായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നഴ്സിംഗ് മാനേജറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം ദാറ്റ് നിങ്ങളുടെ ഇന്നലത്തെ ഷിഫ്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, ഈ പേഷ്യൻറ്റ് വാസ് വെരി അൺകോപ്പറേറ്റീവ് ആയിരുന്നു, നമ്മൾ ഒരുപാട് എന്താ പറയുക മെഷേഴ്സൊക്കെ ഓഫർ ചെയ്തിട്ടും അവരൊട്ടും ഇതാവുന്നുണ്ടായില്ല. ഇപ്പോൾ ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, നിങ്ങൾ ഉടനെ തന്നെ നെക്സ്റ്റ് ഓഫ് കിന്നിനെ വിളിക്കുക. നെക്സ്റ്റ് ഓഫ് കിന്നിനെ വിളിച്ചിട്ട് പറയുക, ഇന്ന പേഷ്യൻ്റ് മിസ്റ്റർ എക്സ് ഓർ മിസ്സസ് എക്സ് ഇവിടെ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്, പേഷ്യൻ്റ് ഭയങ്കര ആൻഷ്യസ് ആണ്, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, മെഡിസിൻ കഴിക്കുന്നില്ല, ക്യാൻ യു കം ഡൗൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ, നിങ്ങൾക്ക് വന്നിട്ടൊന്ന് കാം ഡൗൺ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് അവർക്ക് വരാൻ പറ്റുമെങ്കിൽ അവർ വരും, അല്ലെങ്കിൽ അവർ പറയും പേഷ്യൻ്റ് അങ്ങനെയാണ്, പൊതുവെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് ഓഫ് കിന്നിനെയും നമ്മൾ നഴ്സിംഗ് മാനേജറിനെയൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഇതുവഴി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് പേഷ്യൻസിനെ മാനേജ് ചെയ്യുക. പിന്നെ വാർഡിൽ ഒരു റുട്ടീൻ ഉണ്ടല്ലോ, ഇപ്പോൾ രാവിലെ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വരിക, 12:30ക്കാണ് ലഞ്ച് വരിക, 4:30ക്കാണ് ടീ വരിക എന്നൊക്കെയുള്ള ഒരു റുട്ടീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക് ഇൻ നഴ്സിംഗ് ടീം വർക്ക്. അത് ഡയറക്റ്റ് ആയിട്ടല്ല അവർ ചോദിച്ചത്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ആസ് യൂഷ്വൽ സ്റ്റാഫ് ഷോർട്ടേജ് വന്നു, ഇത്ര ടീം മെമ്പേഴ്സ് ആണ്, അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ആൻസർ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറയാം, ടീമിലുള്ള മെമ്പേഴ്സിൻ്റെ സ്കിൽസൊക്കെ മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക കെയർ. എങ്ങനെ നമുക്ക് എന്താ പറയുക സ്റ്റാഫ് ഷോർട്ടേജ് നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് പറയാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ TL ആണ്, ടീം ലീഡറാണ്, അല്ലെങ്കിൽ നേഴ്സ് ഇൻചാർജ് ആണ്. ഇപ്പോൾ ചില സാറ്റർഡേ സൺഡേസ് ഒന്നും നേഴ്സ് ഇൻചാർജസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും അവിടുത്തെ ടീം ഇൻചാർജ്. അപ്പോൾ അങ്ങനെ ഒരു നേഴ്സ് ഇൻചാർജ് നിങ്ങളാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ
നിങ്ങളിലൊരു ടീം ലീഡറിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് പറയാം. ടീം ലീഡർ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കാരണം നന്നായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ടീം മെമ്പേഴ്സായിട്ട് അല്ലേ. അവരുടെ ഡ്യൂട്ടീസൊക്കെ അവരുടെ സ്കിൽസ് മനസ്സിലാക്കി അവർക്ക് ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് ഉണ്ടാവണം. നമുക്ക് ചിലപ്പോൾ പല തരത്തിൽ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വരും. നമ്മളെല്ലാവരും ചെയ്യുന്ന വർക്കുകളിൽ ഒരു ഒബ്സർവേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാവണം. പിന്നെ ടീം ലീഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഡെസ്കിൽ കയറി ഇരിക്കാൻ, നമുക്ക് ഡെസ്കിൽ ചെയർ ഇട്ട് എന്താ പറയുക അവിടെ ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ ഇറങ്ങി ഫ്ലോറിൽ ജോലി ചെയ്യേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയണം, സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളൊരു ദിവസമാണ് നിങ്ങൾ നഴ്സിംഗ് ഇൻചാർജ് ആവണമെങ്കിൽ മേ ബി യു ഹാവ് ടു ഗോ ആൻഡ് വർക്ക് വിത്ത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിൻ്റെ കൂടെ പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. മേ ബി യു ഹാവ് ടു ടേക്ക് പേഷ്യൻസിന് എടുക്കേണ്ടി വരും. എലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് നഴ്സിംഗ് ഇൻചാർജിൻ്റെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ പറയുക, ഒരു മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഹോണസ്റ്റി, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്, ടൈം മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് പേഴ്സൺ, അതായത് മൂന്നാമത്തെ നഴ്സിംഗ് സോണിൽ നിന്നുള്ള അഡോൺ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും നഴ്സസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ റീസെൻ്റ്ലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരുപാട് പേരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരുന്നു. സോ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ഷീറ്റ് ഉണ്ട്. ഈ അസസ്മെൻറ്റ് ഷീറ്റ് ഈ 3 പേരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ 3 പേരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അസസ് ചെയ്യുന്നുണ്ടാവും. ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ മറ്റാൾ ഈ അസസ്മെൻറ്റ് ഷീറ്റിൽ നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ്, അതിൻ്റെ പോയിന്റ്സ് ഒക്കെ അവർ എഴുതി വെക്കുന്നുണ്ടാവും. ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ ഈ അസസ്മെൻറ്റ് ഷീറ്റ് അവർ നിങ്ങൾക്ക് അയച്ചു തരും. സോ യു വിൽ ഹാവ് എ നോളേജ്, അതായത് നിങ്ങൾ എന്തൊക്കെ ആൻസേഴ്സ് പറഞ്ഞു, ഏത് പൊസിഷനിലാണ് നിങ്ങൾ ഇൻ്റർവ്യൂ പാനലിൽ വന്നിരിക്കുന്നതെന്ന്. അതായത് ഇപ്പോൾ ചിലപ്പോൾ അന്നൊരു 50 പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിൽ 50 പേരിൽ നിങ്ങളുടെ പൊസിഷൻ എത്രയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇൻ്റർവ്യൂവിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആൻസേഴ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈസിലി എന്താ പറയുക ഇൻ്റർവ്യൂ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ അഡോൺ ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ പാർട്ട് 2 വരാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇൻ്റർവ്യൂ.